മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ പിടിച്ചത് ഖലീലിനെയാണ്. ഖലീലിനെ പോയപ്പോൾ നൂറുകണക്കിന് മുസ്ലിങ്ങളെയാണ്. അന്ന് രാത്രി അസീമാണെന്ന് ഉറങ്ങിയില്ല, ഉറങ്ങാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അല്ലാഹു ഉറങ്ങാൻ സമ്മതിച്ചില്ല. അസീമാനന്ദയെ വിളിച്ചു പറഞ്ഞില്ലേ, അസീമാനന്ദ ഖലീലിന്റെ സ്വരം നടത്തിയതെന്ന് ജഡ്ജിമാർ പറഞ്ഞില്ലേ, അസീമാനന്ദ ഞാനും കേരള പുരോഹിതനും പ്രകാശൻ താക്കൂറും സുരേഷ് നായരുടെ കേരളക്കാരനായ മലയാളിയായ ആർഎസ്എസുകാരും ചേർന്നിട്ടാണ് അജ്മീറിന് മക്കാമത്തുകളിൽ സേവനം നടത്തുന്നതെന്ന് പറഞ്ഞില്ലേ അസീമാനന്ദ? തീർന്നോ? അസീമാനന്ദ എന്താ പറഞ്ഞത്? എല്ലാ മലയാളികളും മുസ്ലിങ്ങളുടെ കബർസ്ഥാനം ബോധപ്പെട്ടിട്ടത് നല്ലതാണെന്ന് പറഞ്ഞ അസീമാനന്ദ അജ്മീർ പറയുകയും മുസ്ലിങ്ങൾ തീർത്ഥാടനത്തിനുണ്ടാകുന്ന അജ്മീർ പറയുകയും ബോംബ് വെച്ചത് നല്ലതാണെന്ന് പറഞ്ഞ അസീമാനന്ദ പാകിസ്ഥാനിലേക്ക് പോകുന്ന വെച്ചത് നല്ലതാണെന്ന് പറഞ്ഞ അസീമാനന്ദ അങ്ങനെ എത്ര സ്ഥലത്താണ് ആർഎസ്എസുകാർ ബോംബ് വെച്ചത്? കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളല്ലേ? പിടിക്കപ്പെട്ടത് മുസ്ലിങ്ങളല്ലേ? എന്തിനാ ചെയ്യുന്നതെന്നറിയോ? അസീമാനന്ദ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞു ബോംബ് വെക്കാൻ. എന്തിന്? പിടിക്കപ്പെടും മുസ്ലിങ്ങൾ, കൊല്ലപ്പെടും മുസ്ലിങ്ങൾ, നാട് മുഴുവൻ പറയും മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്. ഇതിനു വേണ്ടിയാണ് ബോംബ് വെച്ചത്. എന്നിട്ടിവിടെ എന്താ സംബന്ധിച്ചത്? അവർക്ക് കാണിക്കുമോ? ആ നിരപരാധികളായ മുസ്ലിങ്ങൾ ഇന്നും ജയിലിലാണ്. അവസാനം 2000 മുമ്പ് എന്നെ പറഞ്ഞു അവരുടെ ജാമ്യത്തിൽ ലഭിക്കുന്നത് 5-6 വർഷം 10 വർഷം ഇതൊക്കെ പോപ്പുലർ കുറച്ച് പുസ്തകത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. മുസ്ലിങ്ങൾക്ക് ബോംബ് സ്ഫോടനം നടത്താനുള്ള കൽപ്പില്ല എന്ന്, അവർ ചെയ്യില്ല എന്ന് ഒക്കെ ഇന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ആഭ്യന്തരമന്ത്രിക്കും പാർട്ടിയുടെ നേതാവിന് പോലും പറയേണ്ടി വന്നു, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജാതി ഭീകരതയാണെന്ന്. അനുഭവിക്കുന്ന സന്തോഷമുണ്ട് പോപ്പുലർക്കുണ്ടെങ്കിൽ, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പോപ്പുലർക്കുണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പോപ്പുലർക്കുണ്ട് വളരെ പിന്നോക്കക്കാരായ മുസ്ലിങ്ങളെ എങ്ങനെയാണ് പിന്നോക്കക്കാർ മലബാറിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അറിയണമെന്നില്ല. കാരണം ഗൾഫിന്റെ സ്ഥലമെന്ന അനുഭവം ആൾക്കാരെ കഴിഞ്ഞു നൽകിയിട്ടുണ്ട്. നമുക്ക് കാസർഗോഡും മലപ്പുറവും കഴിഞ്ഞ, അല്ലെങ്കിൽ മുംബൈയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ചെന്നാൽ എന്താണ് അവസ്ഥ? ജസ്റ്റിസ് സെൻസാർ പറയുന്നു 20 രൂപയ്ക്ക് റിക്ഷ ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് ഇന്ത്യ മഹാരാഷ്ട്രത്തിലുള്ള